പോയിട്ട് വരാമേ. ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവുകയാണ് അമ്മയുടെ ഓഫീസിൽ നിന്ന്. നെടുമങ്ങാട് റവന്യൂ ടവറിലാണ് കേട്ടോ അമ്മയുടെ ഓഫീസ്. അപ്പോൾ പോയിട്ട് വരാം. ഹലോ ഗായ്സ്, നമ്മളിന്ന് റവന്യൂ ടവറിൽ നിന്ന് ടൂർ പോവുകയാണ്. ട്രിപ്പരെ പറ്റി ഗായ്സ് ലൈസണോ കോളിഫ്ലവർ ഭയങ്കര ഉപ്പാണ് ഗൈസ്. വാവ്, ഗുഡ് വ്യൂ ഗൈസ്. അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ 3 പ്ലേസിലാണ് ഇന്നത്തെ ഡേ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തൃപ്പരപ്പ് പോയി, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വട്ടക്കോട്ടയിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിച്ചിട്ട് ഫസ്റ്റ് പ്ലേസ് കഴിഞ്ഞുകൊണ്ട് എല്ലാവരും ഓണായി ഡാൻസ് ഒക്കെ തുടങ്ങി ഗൈസ്. പിന്നെ പാട്ടൊക്കെ കേട്ടാൽ നമുക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റും. ഞാനും അങ്ങ് കയറി ഡാൻസ് കളിക്കാൻ. കളിച്ച് കഴിഞ്ഞു. അടുത്ത പ്ലേസ് എത്താറായി ഗൈസ്. എൻ്റെ അമ്മ കാണിക്കുന്നത് നോക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ പോണ വഴിക്ക് ഒരു പമ്പിൽ കയറിയപ്പോൾ അവിടുത്തെ ഏതോ ഒരു അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് ദേവിയുടെ രൂപം കെട്ടി നിൽക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പുതിയ വണ്ടി കയറി ഒരു അങ്കിൾ പാട്ടൊക്കെ പാടി നല്ല രസമായിരുന്നു. അപ്പോൾ അങ്കിളൊക്കെ പാടി കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ താരമായ അപ്പുവിൻ്റെ പാട്ടാണ്. കള്ളി കടില മുള്ളു ചെടി പോലെ ഒരുത്തി കണ്ണാടിലെ ചെടി കല്ല് വീണ പോലെ ഒരുത്തി മുന്തിരി കണ്ണ് കൊണ്ടല്ല മയക്കി എണ്ണ കറുമ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പറവിയേ ഇത് രണ്ടാം പറവിയേ എണ്ണ കറുമ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പറവിയേ ഇത് രണ്ടാം പറവിയേ. പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല വ്യൂസ് കണ്ടു. അതിലൊരു വ്യൂ ആണ് ഗൈസ് ഇത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവിടുത്തെ ഏത് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെയും വേറെ ദേവിയുടെ രൂപത്തിൽ ഒരുപാട് പേര് പോകുന്നത് കണ്ടു ഗൈസ്. അങ്ങനെ നമ്മൾ വട്ടക്കോട്ട എത്തി ഗൈസ്. അപ്പൊ നോക്കപ്പോ കുരങ്ങനാടാ നീ? ദൈവമേ, ഇത് എവിടെ പോണ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. വീഴും. നിങ്ങൾ എടുക്കന്നെ. ഓക്കെ, ഇറങ്ങി വാ. ഈ പ്ലേസിലേക്ക് എന്തോ ഒരു നല്ലൊരു ഫീലാണ് കേട്ടോ ഗൈസ്. അങ്ങനെ അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുകയാണ്. വാവ്, ഗുഡ് വ്യൂ ഗൈസ്. മഴ വരുന്നുണ്ട് ഗൈസ്. നേരത്തെ പോയ തൃപ്പരപ്പായാലും ഇപ്പോൾ ഈ വട്ടക്കോട്ടയാണെങ്കിലും ഇനി പോകാനിരിക്കുന്ന കന്യാകുമാരി ആണെങ്കിലും ഞാൻ ഒരുപാട് തവണ വിസിറ്റ് ചെയ്തതാണ്. ഒരു 4-5 തവണയെങ്കിലും ഞാൻ പോയിട്ടുണ്ടാകും. പക്ഷേ എന്താ, ഓരോ തവണ ഇവിടെ വരുമ്പോഴും ഒരു പ്രത്യേകതരം ഫീലാണ്. അങ്ങനെ ഗൈസ്, നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് വന്നവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മൾ അടുത്തതായി കന്യാകുമാരിയിലാണ് പോകുന്നത്. അവിടെ എത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. നമ്മൾ ഇവിടുത്തെ KSRTC പോലെ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു വണ്ടിയാണ് ഇത്. എന്താണെങ്കിലും ബസ് പോലെയൊക്കെ ഉണ്ട്. നമ്മൾ അതിൽ കയറി ബാഗൊക്കെ വയ്ക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്തതായി ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോവാണ്. അപ്പോൾ പോണ വഴിക്ക് 2 ഐസ്ക്രീം കുടിച്ചു.
വെയിലത്ത് നിന്ന് ചാവാറായി ഗായ്സ്. ഏകദേശം ക്യൂ എൻ്റെ പൊന്ന് ഗായ്സ്, ഈ ക്യൂവും കടന്ന് അവിടെ എത്തുമെന്ന് ഒരു പിടിയുമില്ല. അതിനിടയ്ക്കാണ് എൻ്റെ കാലിൽ ചെറിയൊരു ചില്ല് പൊത്ത് കയറി. ഞാൻ അതിൻ്റെ വേദനയിലാണ് ഗൈസ് നടക്കുന്നത്. അങ്ങനെ ഗൈസ് പോണ വഴിക്ക് ഞാൻ ഒരിടത്ത് നിന്ന് ആ ചില്ലൊക്കെ ഇളക്കി കളഞ്ഞ് ഗൈസ്. ഇപ്പോൾ കാലിലൊരു ആശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ക്യൂ ആണ് ഗൈസ്. ഇതിന് ശേഷമാണ് നമ്മൾ ബോട്ടിൽ കയറാൻ പോകുന്നത്. ബോട്ടിൽ കയറി ഗൈസ്, നമുക്ക് വേണ്ടി മാത്രം റിസർവേഷൻ. അങ്ങനെ നമ്മൾ ബോട്ട് ഇറങ്ങി ഗൈസ്. എൻ്റെ പൊന്നെ, ഇത്ര നേരം ക്യൂ നിന്നത് ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയാണ് ഗൈസ്. നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകുന്നത്. അപ്പോൾ പോയിട്ട് വരാം. ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പോവാണ് ഗൈസ്. ഇത് പൊട്ടിയാ തീർന്നു. എന്റെ അമ്മച്ചേ, ഇതിന്റെ അടിയിൽ വെള്ളം ഉണ്ടായിരുന്ന അങ്ങോട്ട് നീങ്ങി പോയി ഇതിന്റെ നടുക്കൂടി തന്നെ പോകണമെന്നുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് ഗൈസ്. സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ പേടിയാവുള്ളൂ കേട്ടോ. എന്തൊരു വലിയ തെര വന്നു. കൊച്ചുപിള്ളേരെ ഇവിടെ കിടത്തിയിട്ടാണ് എടുക്കുന്നത്. ഞാൻ കിടക്കട്ടെ. നീ കൊച്ചു പിള്ളേർ നീ ഇവിടെ കിടക്കാൻ കൊച്ചു പിള്ളേരെ ഇവിടെ കമത്തി കിടത്തിയിട്ട് ഫോട്ടോ എടുത്തു. അപ്പോൾ ഞാൻ അവളും കൂടെ കിടക്കാൻ അതുപോലെ ഫോട്ടോ എടുത്തു. അപ്പോൾ ഗൈസ്, ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ കയറിയിട്ട് നമുക്ക് ഈ ഒരു വ്യൂ ആണ് ഗൈസ് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ടോപ്പിൽ പോകണം. അപ്പോൾ പോയിട്ട് വരാം ഗൈസ്. വാവ് ഗൈസ്, ഇതാണ് ടോപ്പ്. നല്ല രസമാണ് ഗൈസ്, നല്ല വ്യൂ. ഇത് തിരുവള്ളുവർ എന്ന് പറയുന്ന ഒരു എന്തോ ആണ്, അതിൻ്റെ ശില്പമാണ് ഗൈസ്. അത് കഴിഞ്ഞ് ഗൈസ് നമ്മൾ കുറച്ച് പേരെ ക്യൂവിൽ നിർത്തി. ബാക്കി നമ്മളിങ്ങ് പുറത്തിറങ്ങി. ഇനി നമ്മൾ ക്യൂവിൻ്റെ ഇടയിൽ കയറാനാണ് ഗൈസ് നമ്മുടെ പ്ലാൻ. എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. അപ്പോൾ അവരങ്ങ് ക്യൂവിൽ കിടക്കുവാണ്. നമ്മളിതാ ഇവിടെ പിള്ളേർ മാത്രം ഇറങ്ങി നിൽക്കുകയാണ് ഗൈസ്. ഇങ്ങനെ ഗൈസ് നമ്മൾ കയറാൻ ടൈമിൽ ഒരുപാട് പേര് അങ്ങനെ കാണിച്ചു. പിന്നെ നമുക്കും അങ്ങനെ ചെയ്യാൻ കയറി നമ്മളും കയറി ഗൈസ്. ആ പോകുന്നതിനിടയ്ക്കൊരു വ്യൂ ഉണ്ട്. നല്ല ഒരുപാട് മീനുകളൊക്കെ ഇങ്ങ് കൂട്ടം കൂടി വന്ന് കിടക്കുവാണ്. അങ്ങനെ ആ മീനുകളെയൊക്കെ നോക്കി കൊതിച്ചുകൊണ്ട് നമ്മുടെ കൊക്കമ്മാവൻ അവിടെ ഇരിക്കുവാണ്. പുള്ളിക്ക് ഒരെണ്ണത്തിനെയും കിട്ടണില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനുള്ള ബോട്ടിൽ ഗൈസ്. ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂവിൽ നിന്നപ്പോൾ ഫസ്റ്റ് ബോട്ടിൽ എൻ്റെ അമ്മ കയറിപ്പോയി. രണ്ടാമത്തേലാണ് ഗൈസ് നമ്മൾ പോയത്. പാവ അറിഞ്ഞില്ല. അമ്മ വിചാരിച്ച് നമ്മളും കൂടെ കയറുന്നു. പക്ഷേ ആ മാമൻ അതിന് മുമ്പ് എടുത്തുകൊണ്ട് പോയി ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത ബോട്ടിൽ കയറി നമ്മളിതാ തിരിച്ച് പോവാണ്. പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നല്ലൊരു സൺസെറ്റ് കണ്ടു ഗൈസ്. ഈ വീഡിയോയിൽ ആ ബണ്ണ് വെക്കാൻ നിൽക്കുന്ന കുട്ടിയെ കണ്ടായിരുന്നു. ഈ കുട്ടി നമ്മളോട് ഒന്ന് ചോദിച്ചു ആ ബണ്ണ് മേടിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് വിശക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു എങ്കിൽ വാ നിനക്ക് എന്തെങ്കിലും മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഐസ്ക്രീം മേടിക്കാൻ പോയി ഗൈസ്. അപ്പോൾ അമ്മ പറഞ്ഞ് അവനും കൂടി എന്തെങ്കിലും മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് ഐസ്ക്രീം വേണോടാന്ന് ചോദിച്ചു. പറഞ്ഞു വേണ്ട, കുടിക്കാൻ വെള്ളം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ജ്യൂസ് മേടിച്ച് കൊടുത്ത് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് നമ്മൾ കോൺ കഴിക്കാൻ പോയി. അമ്മയ്ക്ക് കോൺ വേണമെന്ന് പറഞ്ഞു. അതും കഴിച്ചു. വെള്ളത്തിൽ കുളിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ലാസ്റ്റ് പ്ലേസ് ആണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു മാംഗോ ബയർ മേടിച്ചു. അത് കഴിഞ്ഞ് അമ്മ കോളിഫ്ലവർ മേടിച്ചു. അങ്ങനെ ഗൈസ് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരുപാട് രാത്രിയായതുകൊണ്ട് നമ്മൾ മാർത്താണ്ഡത്ത് ഇറങ്ങി ഫുഡ് കഴിച്ചു ഗൈസ്. ഉള്ളത് പറയും ഒരു നല്ലൊരു എസ്തെറ്റിക് ആംബിയൻസ് ആയിരുന്നു ആ കടയിൽ. ഒരുപാട് രാത്രി ആയതുകൊണ്ട് അവിടെ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അധികം. അങ്ങനെ ഒരുപാട് ടൈമൊക്കെ എടുത്തു. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് ഗൈസ്. ഇതാണ് നമ്മുടെ സ്ഥലം. ഐ ലവ് നെടുമങ്ങാട്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, ഇത്രയേ ഉള്ളൂ. എന്തായാലും കണ്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ, ഗുഡ് നൈറ്റ്.